Good morning. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 1 മൊഡ്യൂൾ 6ലെ ടോപ്പിക്കായ മൂവിംഗ് ലോഡ്സ് ഓൺ 3 hinged arches ആണ്. ഓൾറെഡി 3 hinged archesലെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ് അറ്റ് എനി സെക്ഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റേഡിയൽ ഷിയർ അറ്റ് എനി സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂവിംഗ് ലോഡ്സ് ഓൺ 3 hinged arches ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിംഗിൾ പോയിന്റ് ലോഡ് ആണ്. ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് 3 hinge പാരബോളിക് ആർച്ചിന്റെ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ മൂവ് ചെയ്യുമ്പോൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ്, മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ്, ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു 3 hinge പാരബോളിക് ആർച്ചിന്റെ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ കോൺസെൻട്രേറ്റഡ് ലോഡ് മൂവ് ചെയ്യുമ്പോൾ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ്, ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് എങ്ങനെയാ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് കൺസിഡർ a 3 hinge parabolic arch ABC as shown in figure. ഈ 3 hinge parabolic archന്റെ span എന്ന് പറയുന്നത് L ആണ്, റൈസ് H ആണ്. ഓക്കെ, ഈ 3 hinge parabolic archന് മുകളിലൂടെയാണ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് W മൂവ് ചെയ്യുന്നത്. ഞാൻ ഈ 3 hinge parabolic arch റാൻഡം ആയിട്ട് ഒരു പോയിന്റ് D കൺസിഡർ ചെയ്തു, which is at a distance Z from left support A. ലെഫ്റ്റ് സപ്പോർട്ട് എയിൽ നിന്നും Z ഡിസ്റ്റൻസ് മാറി ഒരു റാൻഡം ആയി പോയിന്റ് D ഞാൻ കൺസിഡർ ചെയ്തു. ഈ D എന്ന പോയിന്റിലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് YD. ഓക്കെ, 3 hinge പാരബോളിക് ആർച്ചിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിംഗ് മൊമെന്റ് നമുക്ക് വരയ്ക്കാനായിട്ട് അറിയാം. ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ B മൊമെന്റ് അറ്റ് D ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ HYD. So first draw the influence line diagram for bending moment at D. Okay, ഇനി മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ്, നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. ആസ് നമ്മുടെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് ഡി, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് റീജിയൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ നെഗറ്റീവ് റീജിയനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് ഏത് പോയിന്റിലായിരിക്കും കിട്ടുന്നത്? when the load is at D. So maximum positive bending moment കിട്ടുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും when load is at D. D എന്ന പോയിന്റിൽ ലോഡ് ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് കിട്ടുന്നത്. സോ മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് കിട്ടാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് MD is equal to WZ into L minus Z into L minus 2Z divided by L square. ഒന്നുകിൽ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, or MD is equal to W into ordinate of influence line diagram at D, that is W into Y1. ഈ Y1 എന്ന് പറയുന്നത് ഫിഗർ ശ്രദ്ധിക്കുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിലെ D എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷെയ്ഡ് റീജിയനിലെ ഓർഡിനേറ്റ് ആണ്. ഓക്കെ, സിമിലർലി മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് എപ്പോഴായിരിക്കും കിട്ടുന്നത്? when the load is at C. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് കിട്ടണമെങ്കിൽ when load is at C. ലോഡ് സിയിലായിരിക്കുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് കിട്ടുന്നത്. മാക്സിമം നെഗറ്റീവ് ബെൻഡിംഗ് മൊമെന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഒന്നുകിൽ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് MD is equal to W into LZ minus 2Z square divided by 2L, or MD is equal to W into ordinate of influence line diagram at C, that is W into Y2, where Y2 എന്ന് പറയുന്നത് ഫിഗർ ശ്രദ്ധിക്കുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിലെ സിയിൽ ലോഡ് ആയിരിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനിലെ ഓർഡിനേറ്റ് ആണ് Y2. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ മാക്സിമം നെഗറ്റീവ് ആൻഡ് മാക്സിമം പോസിറ്റീവ് ബെൻഡിംഗ് മൊമെന്റിന്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക, ഓർ ജസ്റ്റ് എങ്ങനെയാ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
Similarly, absolute maximum positive bending moment occur ചെയ്യുന്നത് when z is equal to 0.2113 L. z എന്ന് പറയുന്നത് 0.2113 L. ആ പൊസിഷനിൽ നമ്മുടെ ലോഡ് ആയിരിക്കുമ്പോഴാണ് ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.096225 WL ആണ്. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത് z is equal to 0.2113 L ഡിസ്റ്റൻസിലാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.096225 W/L ആണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിരുന്നാൽ മതി. സിമിലർലി ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത് when z is equal to L/4. z L/4 ആവുമ്പോഴാണ് ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടാനുള്ള ഫോർമുല എന്ന് പറയുന്നത് WL/60. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് 0.096225 WL, ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് WL/60. ഓക്കെ, ഇത്രയാണ് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, അതുപോലെ ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. A symmetric 3-hinge parabolic arch of span 20 meter and rise 3 meter is subjected to a 300 kilonewton concentrated load moving from left to right. Determine the maximum positive and negative bending moment at 5 meter from the left support. Determine the absolute maximum bending moment also. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സിമെട്രിക് 3-hinge പാരബോളിക് ആർച്ച് ആണ്. സ്പാൻ L 20 മീറ്റർ ആണ്, റൈസ് H 3 മീറ്റർ ആണ്. ഈ 3-hinge പാരബോളിക് ആർച്ചിന് മുകളിലൂടെ ഒരു 300 കിലോന്യൂട്ടൺ കോൺസെൻട്രേറ്റഡ് ലോഡ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ 5 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 5 മീറ്റർ മാറിയ ഒരു പോയിന്റിലെ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ദാറ്റ് ഈസ് z is equal to 5 മീറ്റർ. ആൻഡ് ഓൾസോ ആബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിക്കുന്ന ഡേറ്റാസ് വെച്ച് ഗിവൺ ആർച്ച് വരയ്ക്കുക ആൻഡ് ഓൾസോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത് ആർച്ചും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് ആണ്. ദെൻ ഗിവൺ ഡേറ്റാസ് ഒക്കെ എടുത്തെഴുതുക. L 20 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, H 3 മീറ്റർ ആണ്, Z 5 മീറ്റർ ആണ്. ഇനി പാരബോളിക് ആർച്ചിന്റെ കേസിൽ YD നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫോർ x ഇൻറ്റു L മൈനസ് എക്സ് ബൈ L സ്ക്വയർ ആണ്. ഇവിടെ x എന്ന് പറയുന്നത് Z ആണ്. സോ YD എന്ന് പറയുന്നത് 4HZ ഇൻറ്റു L മൈനസ് Z ബൈ L സ്ക്വയർ. ഇസഡിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, YD 2.25 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിലെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കുക. D എന്ന പോയിന്റിലെയും C എന്ന പോയിന്റിലെയും ഓർഡിനേറ്റ് കണ്ടുപിടിക്കുക. D എന്ന പോയിന്റിലെ ഓർഡിനേറ്റ് Z ബൈ L ഇൻറ്റു L മൈനസ് Z, Z ഉണ്ട് L ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3.75 എന്ന് കിട്ടും. അതുപോലെ C എന്ന പോയിന്റിലെ ഓർഡിനേറ്റ് L ബൈ 4H ഇൻറ്റു YD ആണ്. L ഉണ്ട് H ഉണ്ട്, YD ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3.75 കിട്ടും. ഓക്കെ, ഇനി മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? W ഇൻറ്റു Y1, വേർ Y1 ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിലെ ഓർഡിനേറ്റ് ആണ് Y1. Y1 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? മാക്സിമം ആ പോയിന്റിലെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 3.75 ആണ്. 3.75ൽ നിന്നും Y1 ഡാഷ് ഡിഡക്ട് ചെയ്താൽ പോരെ. സോ Y1 is equal to 3.75 minus Y1 dash. Y1 dash can be obtained by using properties of similar triangle. So Y1 dash properties of similar triangle use ചെയ്ത് calculate ചെയ്യുക. Y1 dash കിട്ടിക്കഴിഞ്ഞാൽ Y1 calculate ചെയ്യുക. Then Y1 കിട്ടിക്കഴിഞ്ഞാൽ maximum positive bending moment കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? Load 300 into Y1 substitute ചെയ്യുക. Okay. So നമുക്ക് maximum positive bending moment 562.5 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകിൽ
ഇതുപോലെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓർ നിങ്ങൾക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. WZ into L minus Z into L minus 2Z by L square. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W ഉണ്ട്, Z ഉണ്ട്, L ഉണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 562.5 kN എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നിന്നും ഓർഡിനേറ്റ് കണ്ടുപിടിച്ച് ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, സിമിലർലി മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? W ഇൻറ്റു Y2. Y2 എന്ന് പറയുന്നത് മാക്സിമം നെഗറ്റീവ് വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് ആണ്. Y2 എന്ന് പറയുന്നത് ജസ്റ്റ് ലാസ്റ്റ് സ്ലൈഡിലെ ഫിഗർ ശ്രദ്ധിക്കുക. 3.75 മൈനസ് Y2 ഡാഷ് ആയിരിക്കും. Y2 ഡാഷ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. Y2 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക. Y2 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ Y2 3.75 മൈനസ് Y2 ഡാഷ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻ Y2. then maximum negative bending moment എന്ന് പറയുന്നത് load into Y2, that is 300 into Y2 substitute ചെയ്യുക. 375 kN എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഓർ നിങ്ങൾക്ക് ഡയറക്ട്ലി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റിന്റെ ഫോർമുല W into LZ minus 2Z square by 2L. ഒന്നുകിൽ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് 375 kN എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഓർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓർ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമുല നിങ്ങൾക്ക് അറിയാം, 0.096225 WL. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ആബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സിമിലർലി ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡിറ്റർമിൻ ചെയ്യുക. ഫോർമുല നിങ്ങൾക്ക് അറിയാം, WL/16. WL വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ആബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 3 hinge ആർച്ചസിൽ മൂവിംഗ് ലോഡ്സിന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.